ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തോരൻ്റെ സീരീസിൽ മൂന്നാമത്തെ തോരനാണ്. നേരത്തെ ബീൻസും മുരിങ്ങയിലേൻ്റെയും തോരൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ കണ്ടു നോക്കുക. നമുക്ക് കോളിഫ്ലവർ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലീൻ ഫിലിമിൽ ഒന്ന് കവർ ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ ബോക്സിലോ ഏറ്റവും താഴത്തെ തട്ടിലോ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കേടുകൂടാതിരിക്കും കേട്ടോ. പിന്നെ വാങ്ങുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വാങ്ങിക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിലോ അല്ലെങ്കിൽ ഉപ്പും വിനാഗിരിയുള്ള വെള്ളത്തിലോ ഒക്കെ നമുക്ക് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിലെ പുഴുവിനൊക്കെ കളയാം. നമുക്കിത് ഉപ്പും വിനാഗിരി ഇട്ടിട്ടാണ് ഞാനിപ്പോൾ കഴുകി എടുത്തിട്ടുള്ളത്. അതിൻ്റെ ശേഷം നമുക്കൊരു പാന് വെച്ച് ചൂടാവുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു കോഴിമുട്ടയിൽ ഉപ്പും കുരുമുളക് പൊടി ഇട്ട് അടിച്ചെടുത്താണ്. ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. അപ്പം ഇത് ആദ്യം ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തിട്ട് നമുക്ക് കോരി മാറ്റാം. ഇനി ഞാനിത് കഴുകുന്നില്ല, ഇതേ പാനിൽ തന്നെയാണ് കുറച്ചും കൂടെ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് 1/2 ടീസ്പൂണ് കടുക് ഇട്ട് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കൊരു കറിവേപ്പില ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇത് വീട്ടിലുള്ളതാണ്, അതുകൊണ്ട് ഒന്ന് പഴുത്തു പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവറും കൂടെ ചേർത്ത് ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ കുറേ സമയം അടച്ച് വെക്കേണ്ട, നമുക്ക് കുറച്ച് സമയം അടച്ച് വെച്ച് അതിലെ ആവി വെള്ളം അതിലേക്ക് തന്നെ വീണോട്ടെ. നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. അപ്പോൾ ഇത് 1-2 പ്രാവശ്യം ഇതേപോലെ നമുക്ക് തുറന്ന് ഇളക്കിയിട്ട് വീണ്ടും അടച്ച് അങ്ങനെ ഓരോ 2 മിനിറ്റ് വീതം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മളെ കോളിഫ്ലവർ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കോളിഫ്ലവർ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തട്ടിപ്പൊത്തി ഒന്നും കൂടെ വെക്കുക, ഒരു മിനിറ്റും കൂടെ വെക്കുക. പിന്നെ ഒരുപാട് അലിഞ്ഞു പോകണ്ട. ഇനി നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. പിന്നെ ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തിയിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കുക. അപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യുക. ഈ ചൂട് കിടന്ന് ഒന്നും കൂടെ ആയാൽ മതി. നമ്മളെ തോരൻ ഇവിടെ റെഡിയായി. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്